മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുയോഗങ്ങൾ നിരോധിച്ച് മദ്രാസ് ഹൈക്കോടതി. റാലികളും പാർട്ടി പരിപാടികളും റോഡിൽ നടത്തുന്നതിന് നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് നിയമം കൊണ്ടുവരണം. അതുവരെ ഒരു പരിപാടിയും പാടില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട 3 ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. കെ വി ശ്രീധരൻ വിവരങ്ങളുമായിട്ട്. ശ്രീധരൻ, പ്രതീക്ഷിക്കപ്പെട്ടത് തന്നെയാണ് ഇങ്ങനൊരു നിരോധനം? കാരണം അത്ര വലിയ ദുരന്തമാണ് ഒരു വലിയ ഇത്രയധികം ആളുകൾ പങ്കെടുത്ത പരിപാടിയിലൂടെ ഉണ്ടായത്. എന്തൊക്കെയാണ് കോടതിയുടെ നിർദ്ദേശം? വിജയവുമായി ബന്ധപ്പെട്ട് മറ്റു ചില ഹർജികൾ കൂടി ഇന്ന് കോടതിയുടെ മുമ്പിൽ വരുന്നുണ്ടല്ലോ, അത് എപ്പോഴുമാണ്? മദ്രാസ് ഹൈക്കോടതിയിൽ വന്ന പൊതു താൽപര്യ ഹർജികളിലാണ് കോടതിയുടെ ഒരു നിലപാടുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. നഷ്ടപരിഹാരം ഉൾപ്പെടെ ആവശ്യപ്പെട്ടാണ് ഈ ഹർജികളൊക്കെ കോടതിയുടെ മുമ്പിൽ വന്നത്. ഈ കരൂരിൽ ഇത്രയും ചെറിയ ഒരു സ്ഥലത്ത് എങ്ങനെ ഈ റാലിക്ക് അനുമതി നൽകാനാകും എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. ജനങ്ങളുടെ ജീവനാണ് ഏറ്റവും വലുത്. ഏത് പാർട്ടിക്കാർ പരിപാടി നടത്തിയാലും ജനങ്ങളാണ് പ്രധാനമെന്ന് മനസ്സിലാക്കണമെന്ന് കോടതി പറയുന്നു. പല പരിപാടികളിലും വെള്ളവും ഭക്ഷണവും ശുചിമുറി സൗകര്യവും ഒന്നും ഒരുക്കാറില്ല. ഈ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം എന്ന് കോടതി പറയുന്നു. നേരത്തെ തന്നെ മദ്രാസ് ഹൈക്കോടതി ഈ റാലികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രത്യേകിച്ച് പൊതുമുതൽ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജികൾ വന്നപ്പോൾ തന്നെ ഈ സർക്കാരിനോട് ഒരു നിലപാട് ആരാഞ്ഞിരുന്നു. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ചട്ടങ്ങൾ വെക്കണം. അതായത് പൊതുമുതൽ നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായാൽ പാർട്ടികളിൽ നിന്ന് പണം ഈടാക്കണം എന്നുള്ള കാര്യങ്ങളിൽ ഇതിനെങ്ങനെ ഒരു കാര്യം തീരുമാനിക്കാനാകും, ഒരു ചട്ടക്കൂട് ഉണ്ടാക്കാനാകും എന്ന് കോടതി ആരാഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനോട് റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശിച്ചിരുന്നു. സർക്കാർ ഇതിനെ തുടർന്ന് ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. നിലവിലേതായാലും അതിനു മുൻപ് തന്നെ കോടതിയുടെ ഭാഗത്ത് നിർണായക ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഈ പൊതുയോഗങ്ങൾ നിരോധിച്ചുകൊണ്ട് കോടതി ഇങ്ങനെ അനധികൃതമായിട്ട് ഇങ്ങനെ നടത്തുന്ന പൊതുയോഗങ്ങളും റാലികളും. ശ്രീധരൻ, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്നതോടുകൂടി ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ വേഗത്തിൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിലൊരു ഒരു നിയമനിർമ്മാണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു നിയമനിർമ്മാണം ഉണ്ടാകും. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു സർവകക്ഷി യോഗം, എല്ലാ പാർട്ടികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യോഗം. എന്തൊക്കെ ചെയ്യാനാകും, പ്രത്യേകിച്ച് റോഡുകളിൽ ഒക്കെ പാർട്ടി പരിപാടി നടത്തുന്നതിന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെ നൽകാനാകും എന്നത് സംബന്ധിച്ച ഒരു സർവകക്ഷി യോഗം സർക്കാർ വിളിച്ചിരിക്കുന്നത്. ഏതായാലും ഇങ്ങനെ പൊതുസ്ഥലങ്ങളിലുള്ള ഈ യോഗങ്ങൾ അല്ലെങ്കിൽ റാലികളൊക്കെ ഇപ്പോൾ കോടതി കോടതിയുടെ ഭാഗത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്.